ഹലോ എവരിവൺ, ഗംഗോത്രി മാർക്കറ്റിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കിർലോസ്കറിൻ്റെ മിൻ T8 എന്ന് പറയുന്ന മോഡൽ വെച്ചിട്ട് ഒരു പാടത്ത്, ചേർത്തലയിൽ തന്നെ ഒരു പാടത്ത് വർക്ക് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. ഡ്രം സ്പാരൽ വീല് വെച്ച് നമ്മൾ ആദ്യമേ ഫുള്ള് കിളച്ച് റെഡിയാക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡ് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. ഡ്രം സ്പാരൽ വീല് വെച്ച് തന്നെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഈ ഫുള്ള് ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. താഴ്ന്നു പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. കണക്ക് അത്യാവശ്യം താഴ്ന്ന ഒരു ഏരിയ ആണ് ഇത്. പക്ഷേ നമ്മുടെ ഈ സ്പാരൽ വീൽ ആയതുകൊണ്ട് തന്നെ അത് താഴ്ന്നു പോകുന്ന പ്രശ്നമില്ല. മെഷീന് വെയിറ്റ് ഉണ്ടെങ്കിലും താഴ്ന്നു പോകുന്ന പ്രശ്നമൊന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിളയ്ക്കാൻ എളുപ്പമാണ്. അതേപോലെ തന്നെ പുല്ല് കുടുങ്ങുന്ന ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് വരുന്നില്ല. അത്യാവശ്യം നല്ല വലിയ കട്ടിയുള്ള കറുവപ്പുല്ലുകളാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കുടുങ്ങുന്ന മറ്റുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മളിപ്പോൾ മെഷീൻ റെന്റ് ചെയ്ത് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ സ്മാമിൽ 50% സബ്സിഡിയോട് കൂടിയിട്ട് മെഷീൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഈ വർഷത്തത് 25-ാം തീയതി മുതൽ മെഷീൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ വർഷത്തെ എല്ലാത്തരം കാർഷിക ഉപകരണങ്ങളുടെയും സർവീസും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓൾ കേരളയാണ് നമുക്ക് സർവീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സർവീസ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഏകദേശം എത്ര രൂപയാകും എന്നുള്ളത് എക്സാക്റ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു മെഷീൻ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് അത് ഓടിക്കാൻ അറിയില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പവർ ടില്ലറിൻ്റെ മറ്റ് ചെറിയ മെഷീനറീസിൻ്റെയൊക്കെ പരിശീലനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൾ കേരളയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് തന്നെ ഉപയോഗപ്രദമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ കൂടുതലും കൃഷിയിലേക്ക് ഇറങ്ങുക. എല്ലാവരും മെഷീനറി ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പണിക്കൂലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മെഷീനറികളിലേക്ക് മാറുന്നത്. തമിഴ്നാട്ടിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെല്ലാവരും പൊതുവെ കാർഷിക യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പല വർക്കുകളും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കാർഷികപരമായിട്ട് മുന്നേറേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി മെഷീനറീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് പോവുക. അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോയും കാര്യങ്ങളും എല്ലാം ഒന്ന് കാണുക. നിങ്ങളുടെ കർഷകരായിട്ടുള്ള സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.